വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഗായ്സ് ചിരിക്കണം കരയണം എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒക്ടോബർ 5 മുതൽ എൻ്റെ മോക്ക് തീരെ വയ്യായിരുന്നു. ഓക്കെ, അപ്പം ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കെയറിങ് കൊടുത്ത് അവൾക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ ഇൻസ്ട്രക്ഷൻ പ്രകാരം കൊടുത്തു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന് ഒക്ടോബർ എത്രയാ 19 അത്ര 19 അല്ലേ? അല്ല 19 അല്ല, നമ്മളെ ദീപാവലിയാണ് ഇന്ന്. അപ്പോ ചോദിക്കുന്ന ആളും പൊട്ടത്തര പറയുന്നു ഞാനും പൊട്ടത്തര എന്ന് പറയുന്നത് സാല ഗൈസ് വിട്ടെ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു ഇവള് ബെറ്ററാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെയാണ് ഞാൻ ഇത്രയും ദിവസം 20 ഞാൻ ഇത്രയും ദിവസം ഞാൻ പോയത്. ഇവള് ബെറ്ററാവും, നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനെ ഹോൾഡ് ചെയ്ത് ഞാൻ പോയി. സ്കൂളിൽ പോക്കുണ്ട്, അവളെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മെഡിസിൻ വാങ്ങലുണ്ട്. ഫൈനലി ഗായ്സ് ഐസ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? ലീലേച്ചി ഇങ്ങോട്ട് വാ. കേട്ടാ ലീലേച്ചിയുടെ മുഖമെല്ലാം നോക്കിയേ. ലീലേച്ചി ഫൈനൽ ഐസ അഡ്മിറ്റ് ആയി അല്ലേ? ലീലേച്ചി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഐസ അഡ്മിറ്റ് ആകുന്നത്. നമ്മൾ ഉള്ളത് പ്രൈം ഹിൽ ഹോസ്പിറ്റലിലാണ്. CKP ഡോക്ടറാണ് മോളെ നോക്കുന്നത്. ചെറുപ്പത്തിലെ CKP ഡോക്ടറെ കാണിക്കാറുണ്ട്. അപ്പോൾ അവൾ എല്ലാ കേസ് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് ഓൾറെഡി അറിയാം. പിന്നെ പെരിയാറാണെങ്കിൽ മുഹമ്മദ് ഡോക്ടറും. ഈ 2 ഡോക്ടറെ ഞാൻ കാണിക്കല് ഡിപ്പെൻസ് ഓൺ അവളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ തൃക്കരിപ്പൂര് ഇപ്പം അത്യാവശ്യം നല്ല മോശമില്ലാത്ത ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് പ്രൈം ഹില്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എങ്ങനെയുണ്ടോ ഹോസ്പിറ്റല്? നല്ല ഹോസ്പിറ്റലല്ലേ ലിജി? നല്ലതല്ലേ? കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാൻ ഇവളെയും കൊണ്ട് ഇവക്ക് ഭയങ്കര ഛർദിയായിട്ട് ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് ഇവക്ക് നീഡിൽ കുത്താൻ കിട്ടൂല. അപ്പം ഞാൻ ചിന്തിച്ച് എന്താണ് ഇവർ ചെയ്യല്. അപ്പം സ്കാനിങ് മെഷീനെല്ലാം വെച്ചിട്ടാണ് ചിലപ്പോൾ ഇവക്ക് നീഡിൽ കുത്താതെ നമ്മൾ നീഡിലിടാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായി. പക്ഷെ മാഷാ അല്ലാ അവർ അനസ്തേഷ്യ ഡോക്ടറെ വിളിച്ച് 11 വരുത്തി കുട്ടിക്ക് നീഡിലിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓൾറെഡി 7 മണിയായല്ലോ ഇവിടെ വന്നിട്ടാകുമ്പോൾ. മാഷാ അല്ലാ ഒറ്റൊരു കുത്തല്ല തന്നെ എൻ്റെ മോക്ക് ഇന്നലെ രാത്രി കിട്ടി. ഒരു ബ്രദറും പിന്നെ സിസ്റ്ററും കൂടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇനി ഒരുപാട് 5-6 പ്രാവശ്യമെങ്കിലും കുത്തുമെന്ന് വിചാരിച്ചാൽ ചേച്ചി. പക്ഷെ മാഷാ അല്ലാ കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഈ നീഡിൽ കുത്തിക്കഴിഞ്ഞാൽ ഹാപ്പി ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നീഡിൽ കുത്തിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടക്കൂല. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഹോസ്പിറ്റലിൽ മാറേണ്ടി വരും. അതാണ് പ്രശ്നം. ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നീഡിൽ കുത്തണം. പിന്നെ ഫൈനലി നീഡിൽ കുത്തി അഡ്മിറ്റായി. നമ്മളെ സുന്ദരിനെ കാണിച്ചണ്ടേ? സുന്ദരി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണോ സുന്ദരി? സുന്ദരിയുടെ കടന്നുറങ്ങിയത്. സുന്ദരിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്ക് ഒരു കുഴപ്പമില്ല. എന്നൊക്കെ എന്താ സുഖം. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കുഞ്ഞിങ്ങനെ പടുക്കുന്നു. അപ്പോൾ ഇവള് അത്രയും പെയിൻ ഉണ്ടായിട്ട് ഇന്നലെ കരഞ്ഞിന്. ലീലേച്ചി സൗണ്ടാക്കുക ലീലേച്ചി. അതിൻ്റെ ഇടയ്ക്ക് ലീലേച്ചി ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ കണക്കെ അതെടുത്തിട്ട് സൗണ്ട് ആക്കി കഴിഞ്ഞാൽ നോയ്സ് വരൂലേ ഗൈസ്? ഇത് കാണുന്നുണ്ടോ ലീലേച്ചിയുടെ പണി? ഓക്കെ. അപ്പം ഇവളിങ്ങനെ ഇങ്ങനെ കരയുമ്പോൾ ഇല്ല, ഞാൻ അത്ര മൈൻഡിൽ കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ എന്തെങ്കിലും മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കത്തിട്ട് ഞാൻ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാട് എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടും. 2 കർട്ടൻ ഇടണേ.
അങ്കപ്പാട് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. പാനിക് അറ്റാക്കും കാര്യങ്ങളും പിന്നെ കാരണം എല്ലാ കാര്യങ്ങളും മോളത് ഞാൻ ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നെർവസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്നെ നോക്കാൻ ആരെങ്കിലും കൊണ്ടുവരണം. ഇവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട സിറ്റുവേഷൻ എല്ലാം വന്നിട്ടുണ്ട് ഗായ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനില്ല, എൻ്റെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആക്കി വേണ്ട കാര്യങ്ങൾ മാത്രമേ തലക്ക് കയറ്റുള്ളൂ. പക്ഷെ പെട്ടെന്ന് ലീലേച്ചി കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായി. ലീലേച്ചി മുട്ടുവാ ഇന്നലെ ഇവിടെ ഇരുന്ന ലീലേച്ചി, ഇന്നലത്തെ കാര്യമില്ലേ, ഇന്നലെ നിങ്ങൾ കരഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കരയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി. നിങ്ങൾക്ക് തിരി പോയിട്ട് കുഞ്ഞിക്കുന്നതാവോന്ന് അപ്പൊ കരയോ വേണ്ട. അപ്പൊ നിങ്ങൾ കരയുമ്പോ എനക്ക് സങ്കടാവൂലേ? അപ്പൊ ലീലേച്ചി കരയുമ്പോ എനക്ക് അപ്പൊ ലീലേച്ചി നിങ്ങൾ ഇന്നലെ കരഞ്ഞു. ഇന്നലെ കരഞ്ഞിട്ടായിട്ടാകുമ്പോ എനക്ക് ആകെ എന്റെ കൺട്രോള് പോയി. അപ്പൊ എനിക്ക് എന്തെല്ലോ ആകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരോട് ഒന്നും പറയുന്നില്ല. മോളെ കാര്യങ്ങളൊക്കെ മോളെ സാധനങ്ങളും രണ്ടാളും കൂടി എടുത്ത് വെക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവള് എന്തായാലും അഡ്മിറ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവള് അഡ്മിറ്റ് ആണ്? നിങ്ങൾക്ക് മനസ്സിലായി? അഡ്മിറ്റ് ആണ്. നമ്മൾ ട്രോളിയും ഓളെ പമ്പേഴ്സും ഓളെ മെഡിസിൻസും ഓളെ ഡ്രസ്സും നമ്മളെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളെന്തൊക്കെ വന്ന്. അപ്പൊ ഉമ്മൂമ്മനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു അപ്പൊ ഫുഡ് ഞാൻ മഹരിബിന് ശേഷം ഫുഡ് ആക്കാന്ന് നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നു. ഫ്ലോപ്പായി. അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കും? മുമ്പ് ഇപ്പം വീട്ടിലുണ്ടായതുകൊണ്ട് എന്ത് ഫുഡ് കഴിക്കും ഞാൻ ചോദിച്ചു. അപ്പൊ നീ വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല മുമ്പ്, ഞാൻ അഡ്മിറ്റ് ആകാനെ പോകുന്നു. കാരണം എനിക്ക് അറിയാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകൂല. അപ്പൊ ഇന്നലെ സുലൈഖാൻ്റെ വിളിച്ചത്. ഇന്നലെ റിക്ഷ ഒന്നും കിട്ടുന്നില്ല. ഞാൻ സാധാരണ വിളിക്കല് ശ്രീധരേട്ടന് ആളാണ് ഓട്ടോ വിളിക്കല്. അപ്പൊ ആള് നല്ല ശബരിമലക്ക് പോകേണ്ട തിരക്കായത് കൊണ്ട് ആളോട് എനിക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സുലൈഖാൻ്റെ റിക്ഷയിൽ എന്താക്കണ്ട. അപ്പൊ സുലൈഖാനിൻ്റെ ബ്രദറുണ്ട്, അങ്ങനെ സർപ്പൂച്ച. അപ്പൊ സർപ്പൂച്ചാൻ്റെ കാറിൽ ഞാൻ വന്ന് ഐജാനതാക്കി എന്തായി. അങ്ങനെയാണ് ഗായ്സ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷെ പനി കുറയുന്നുണ്ട് കേട്ടോ. സുന്ദരിന്റെ പനി കുറയുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഹോസ്പിറ്റൽ വ്ളോഗ് ചെയ്തത് ഇപ്പോന്ന് വെച്ചാല് പെരിയാരത്ത് നിന്നാണ് ഹോസ്പിറ്റൽ വ്ളോഗ് ചെയ്തത്. അതിന് ശേഷമാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം നെബുലൈസേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് O2 വെച്ചിട്ട് 4th hourly. സോ ബൈ ഗായ്സ്.